എല്ലാ മഞ്ഞും ഉരുകാനുള്ളതാണ്. എല്ലാ സങ്കടങ്ങളും കർത്താവിന് ഉരുക്കാനുള്ളതാണ്, ഉരുക്കി കളയാനുള്ളതാണ്. കൈയടിച്ച് കർത്താൻ ആരാധന ആരാധന. തളരാതെ ഓടിടുവാ തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓരോ വിഷമതകൾ വരുമ്പോഴും നീ പറയണം, ഞാൻ ഉടമ്പടി എടുത്തതാണ്, ഈ മഞ്ഞ് ഉരുകി മാറും. അപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മന്ന, എൻ്റെ ആഹാരം ഞാൻ കണ്ടെത്തും. ഒന്ന് പറഞ്ഞേ, ഈ മഞ്ഞുരുകി മാറും, ഈ മഞ്ഞുരുകി മാറും. ഈ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അപ്പം ഞാൻ കണ്ടെത്തും. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അപ്പം ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവർക്കും ഒരു മഞ്ഞുരുക്കത്തിന് വേണ്ടി കാത്തിരിക്കാം. തീർച്ചയല്ലേ? ഇന്നലെ ഒരു അക്രൈസ്തവ സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞു. അവളുടെ കുഞ്ഞിന് പനിയാണ്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ പനി 100, 102, 103 കിടക്കുകയാണ്. പക്ഷെ കൊച്ച് വേർക്കണില്ല, പനിയുണ്ട്. പാരസെറ്റമോളും അതുപോലെ തന്നെ അവർ നേഴ്സായതുകൊണ്ട് മെഡിക്കലായിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പം പാരസെറ്റമോളും അതുപോലെ തന്നെ ബ്രൂഫന എന്തൊക്കെ അവർ ഡോക്ടർ പറയണത് ഇത് ഓവർ ഡോസായെന്ന് തോന്നണം എന്ന് പറഞ്ഞു. കാര്യം പനി മാറുന്നില്ലല്ലോ, 17 ദിവസമല്ലേ. അപ്പോൾ ഇത് കൊടുത്ത് ഓവർ ഡോസായത് കാരണം കരളിന് നീര് കെട്ടി. ഡോക്ടർ അങ്ങനെയാണ് പറയണത്. ചിലപ്പോഴിതിൻ്റെ ഡോസ് ഓവറായത് കാരണം ലിവർ സ്വെല്ലിങ് ആയതായിരിക്കും എന്ന് പറഞ്ഞ്. അതുകൊണ്ട് സ്വെല്ലിങ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ലിവർ നീര് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പനി ഒരിക്കലും മാറത്തില്ല. എന്നിട്ട് ഇങ്ങനെ 17 ദിവസം മറ്റ് സ്കാനിങ് റിപ്പോർട്ടൊക്കെ എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇത് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ദഹിക്കാത്ത വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. പ്രോട്ടീൻ ദഹിക്കാത്ത അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ എൻസൈം, അതിൻ്റെ ഇല്ലായ്മ, അത് കാരണം എൻസൈം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എക്സ്ട്രാ എൻസൈം കൊടുക്കുന്നത്, ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങളൊക്കെ ഇന്നലെ നല്ലൊരു ദിവസമായിരുന്നു. ഇന്നലെ മെനയെന്ന് സാക്ഷ്യത്തിൻ്റെ. പക്ഷേ ഈ 17 ദിവസം പനി മാറാത്ത കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന് ഉടമ്പടി എടുത്ത്, ആദ്യം അവർ ഓൺലൈൻ ഉടമ്പടിക്ക് എടുത്തത്. ഓൺലൈൻ ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തർദേശീയയുടെ ആൾക്കാർക്ക് ഇവിടെ വന്ന് ഹൈ എമർജൻസി വന്ന് ഇവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അമ്മ അത് ഹോണർ ചെയ്യുന്നുണ്ട് ശരിക്കും. പക്ഷേ ഇവർക്ക് ഇവിടെ എത്താൻ പറ്റുന്ന സമയത്ത് വന്ന് ഉടമ്പടി എടുത്തോളാമെന്ന് അമ്മയോട് പറഞ്ഞ് ഇവർ കൂട്ടുകാരത്തിൻ്റെ ഉടമ്പടി തൈലം വാങ്ങിച്ച് ആ കൂട്ടുകാരത്തിൽ കൊണ്ട് കൊടുത്തിട്ട് അത് കുഞ്ഞിനെ പെരട്ടും. കുഞ്ഞിനെ പെരട്ടി കഴിയുമ്പോൾ 17 ദിവസമായിട്ട് കുഞ്ഞ് പനിച്ച് കിടക്കുകയാണ്, വേർത്തിട്ടില്ല. ഇത് പെരട്ടി 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ
കാര്യം സത്യം പറഞ്ഞാൽ അമ്മ കുഞ്ഞിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിപ്പോയെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു ഉണർച്ച വന്ന്. ഉണർക്കം വെച്ചാൽ ഇങ്ങനെ ഈ പനിയോട് അമ്മയും മാനസികമായിട്ട് ഐക്യപ്പെട്ടെന്ന് തോന്നണം. ഇത് മാറത്തില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയെ. കാര്യം എപ്പോഴും കൈവച്ച് നോക്കണമല്ല. അപ്പോൾ ഒരിക്കലും 17 ദിവസമായിട്ട് ഇങ്ങനെ കൈവച്ച് നോക്കിയിട്ട് ഇന്ന് വരെ പനി മാറിയിട്ടില്ല, എപ്പോഴും ചൂടാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു സംഭവം തന്നെ അമ്മ ഈ കൈവച്ച് നോക്കണ ഏർപ്പാട് നിർത്തി. അവർ കിടന്ന് കൊച്ചിൻ്റെ കൂടെ ഉറങ്ങുകയാണ്. പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർക്ക് ഉണർച്ച വന്നപ്പോൾ അയ്യോ ഉടമ്പടിത്തൈലം തേച്ചതാണല്ല, ഒന്ന് നോക്കിയേക്കാൾ കൊച്ചു വെട്ടി വേർതിരിക്കണം. അതായത് അമ്മ ഇത് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. സത്യമായിട്ടും ഇത് കൃപാസന അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുന്നവരെ സാക്ഷ്യത്തിന് ഒരു പഞ്ഞവുമില്ല, അത് എടുക്കണവരെ സമം പോകും. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്താ പറയുക? കഴിഞ്ഞ ദിവസം ഒരു കോളേജ് പ്രൊഫസർ, മെനിയെന്നൊരു കോളേജ് പ്രൊഫസർ, ചെറുപ്പക്കാരനാണ്, ചുള്ളൻ, ഇവിടെ ഒന്ന് ഒരു സാക്ഷ്യം പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു സാക്ഷ്യം എന്ന് വെച്ചാൽ അങ്ങേര് അമ്മയോട് പറഞ്ഞു, അമ്മേ കല്യാണം കഴിച്ചിട്ടില്ല, പണിയില്ല. നോക്കി ഉള്ളതുപോലെ പറയണം. ദൈവത്തോടൊക്കെ പറയണം. അങ്ങനെയാണ് നമ്മുടെ സ്വന്തം പോലെ പറയണം. അതൊരു ദൈവസ്നേഹമാണ്, അതൊരു വിശ്വാസമാണ്. അല്ലാതെ നമ്മൾ ദൈവത്തോട് പറയുന്നത് സാങ്കേതികമായിട്ടൊന്നും പറയാം. അമ്മേ കല്യാണം കഴിച്ചിട്ടില്ല, പെണ്ണ് കിട്ടത്തില്ല, ജോലിയില്ലെങ്കിൽ. അതാണ് പ്രശ്നം. ഉള്ളതുപോലെ. അപ്പോൾ ഉടനെ അവൻ ഉടമ്പടി എടുത്ത് ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ മൊബൈലിൽ അമ്മ ഒരു ലിങ്ക് ഇട്ട് കൊടുത്തു. കോളേജിലേക്ക് ഇൻ്റർവ്യൂ വിളിച്ചിരിക്കുകയാണ്. ഉടനെ ഇവിടുന്ന് തന്നെ നേരെ കോളേജ് ഇൻ്റർവ്യൂവിന് പോയി. ആ കളമശ്ശേരി സെൻറ്റ് പോൾസിൽ ചെന്നപ്പോൾ അവനെടുത്ത് അവിടെ പ്രൊഫസറുടെ എടുത്ത് ബിബോക്കിൽ പ്രൊഫസറായിട്ട് എടുത്ത്. അതൊരു പുതിയ കോഴ്സാണ്. അപ്പോൾ മാനേജർ പറഞ്ഞ് 8,000 രൂപയെ കിട്ടത്തുള്ളൂ കേട്ടോ, ഇത് പുതിയ കോഴ്സാണ്, ഇത് സ്വയാശ്രയം മോഡലിൽ ചെയ്യുന്നതാണ്, കുട്ടികളിൽ നിന്ന് പിരിച്ചു വേണ്ടി നിങ്ങൾക്ക് കാശ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ജോലിക്ക് കയറി. ഏതായാലും ജോലി കിട്ടിയ കയറണമല്ല, അവരെ മര്യാദയല്ലേ, ദൈവം തന്നതല്ലേ, ഇവിടെ വെച്ച് അമ്മയുടെ മണ്ണി വെച്ച് വന്ന വിളിയല്ലേ, അപ്പം അമ്മ കൊടുത്തായിരിക്കുമല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് 8,000 രൂപ അവന് പ്രശ്നമില്ല. എന്നിട്ട് അമ്മയുടെ പുറത്തിറങ്ങിയ പറഞ്ഞ് ഞാൻ അമ്മ 1 കൊല്ലം നിൽക്കത്തുള്ളൂ കേട്ടാ. അതാണ് ഞാൻ 1 കൊല്ലം, എനിക്ക് 1 കൊല്ലം 8,000 രൂപ അമ്മ തന്ന ജോലി ആയതുകൊണ്ട് കയറണം, എനിക്കൊരു 40 രൂപയെങ്കിലും തരണം, അല്ലെങ്കിൽ എനിക്ക് ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മാനേജർ വിളിച്ച് ഈ ബിബോക്കുകാരെല്ലാവരെയും വിളിച്ച് പറഞ്ഞ് ഒരു എമൗണ്ട്, ഒരു ബൾക്ക് എമൗണ്ട് കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ശമ്പളം കൂട്ടുകയാണ് 43,000 രൂപയെന്ന്. എന്നെ നമ്മൾ എവിടെ ജീവിക്കണമെന്ന് പോലും അറിയാൻ പറ്റില്ല. അതായത് ഒരു വ്യക്തിയുടെ സ്വകാര്യ വിഷയങ്ങൾ അതിൻ്റെ മുഴുവൻ വെയിറ്റ് ഇങ്ങനെ തൂക്കിയെടുത്തിട്ട് ആനുപാതികമായിട്ടാണ് ഹെൽപ്പ് ചെയ്യണത്. ആ പ്രൊഫസർ അമ്മയുമായിട്ട് വളരെ കമ്പനിയാണ്, ഭയങ്കര അടുപ്പമാണ്. അപ്പോൾ രാത്രി കിടന്നപ്പോൾ ഒരു സ്വപ്നം കണ്ട്. സ്വപ്നം ഇതാണ്: കൃപാസന മാതാവിൻ്റെ യഥാർത്ഥ കൃപാസന, ഇത് വിമലഹൃദയമാണ്. സഭ കൃപാസന മാതാവ് എന്ന് പറയുന്നത് ക്രോക്കാണ്. ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ ക്രോക്ക്. അത് സഭ അംഗീകരിക്കാനാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മൾ ചൊല്ലണത്. അംഗീകരിക്കണ വരെ നമ്മൾ ചെല്ലുകയും അതുവരെ അമ്മ അടയാളം കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ ഈ പ്രൊഫസർ കിടന്നുറങ്ങിയപ്പോൾ വത്തിക്കാൻ്റെ പ്രധാന അൾത്താരയിൽ മുകളിൽ സമയഘടികാരം നെഞ്ചിച്ചാർത്തിയ കൃപാസന മാതാവ്, താഴെ മാർപ്പാപ്പ നിന്ന് കുർബാന അർപ്പിക്കുന്നത്. ഇത് ഒരു രാത്രിയിൽ ആ മനുഷ്യൻ കണ്ടൊരു സ്വപ്നമാണിത്. നമ്മൾ സ്വപ്നം കാണത്തില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം, ഭർത്താവും ഭാര്യയും ഒരേ സ്വപ്നം കണ്ടിരിക്കണം. അതെങ്ങനെയാണ് സാധിക്കണത്? ഭർത്താവും കിടന്നുറങ്ങണം, ഭാര്യയും കിടന്നുറങ്ങണം, ഇവർ രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ടിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ പാരലായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്വപ്നത്തിന്. നമുക്കിതൊന്നും വിശദീകരിക്കാൻ പറ്റണില്ല. ആ സാക്ഷി നിങ്ങളൊന്ന് കേട്ടേ. ഭർത്താവും ഭാര്യയും ഒരേ ദിവസം ഒരേ രാത്രി ഒരേ സമയം ഒരേ സ്വപ്നം കണ്ടിരിക്കണം. ഇത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോവുകയാണ്. ദൈവം കൽപ്പിച്ചു കൂട്ടി ഇറങ്ങി തൻ്റെ ജനങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന
അതിശാസ്ത്രീയമായ ഒരു കാലം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ ചോദിക്കുന്നത് ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് ഈ സഭയിൽ എന്ത് മഹത്വമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗീയ പൊൻമലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരദാതാവേ, വാഗ്ദാനപീഠനമേ, സ്വർഗീയ പൊൻമലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരദാതാവേ. ഇപ്പൊ എല്ലാം നിന്റെ സ്വപ്നങ്ങളും നിന്റെ ആവശ്യങ്ങളും എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. മഞ്ഞുരുകുമ്പോൾ മഞ്ഞ കാണാം. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെളിപാട്, അല്ലേ? അതിപ്പോൾ ഈശോ തന്നതാണ്. മഞ്ഞുരുകുമ്പോൾ നിന്റെ മഞ്ഞ് ഞാൻ ഒരുക്കും, അപ്പോൾ നീ മഞ്ഞ കാണും. അതാണ് കോളേജ് പ്രൊഫസർ സംഭവിച്ചത്. ഈ മഞ്ഞയാണ് കലശത്തിലെ കൃപാസനത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത്. എന്നുവെച്ചാൽ നിൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നം കർത്താവ് വാഗ്ദാന പേടകത്തിൻ്റെ ഒരു പ്രൊവിഷനാക്കി, സാധ്യതയാക്കി മാറ്റിയിരിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഇനി രണ്ടാമതൊരു സംഭവം ഉടമ്പടി പ്രകാരം വാഗ്ദാന പേടകത്തിലുണ്ട്. അതെന്താണെന്ന് നോക്കാം. അതെന്താണ്? അത് ഹെബ്രായർ 9:14 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും അഹ്റോന്റെ തളിർത്ത വടിയും. രണ്ടാമത്തെ സംഭവം എന്താണ്? അഹ്റോന്റെ തളർത്ത വടി. അതെന്താ സംഭവിച്ചത്? അഹ്റോന്റെ തളർത്ത വടിയുടെ ഓൾഡ് ടെസ്റ്റമെന്റ് റെഫറൻസ് എടുത്ത് അഹ്റോന്റെ വടി എങ്ങനെയാണ് തളർത്തതെന്ന് കാണാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഖ്യ 17:7-8 തിരുവചനങ്ങൾ. സംഖ്യ 17:7-8. സാക്ഷി കൂടാരത്തിൽ, സാക്ഷി കൂടാരത്തിൽ കർത്താവിന്റെ മുമ്പിൽ മോശ വടികൾ വെച്ചു. പിറ്റേ ദിവസം മോശ സാക്ഷ്യ കൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിനു വേണ്ടിയുള്ള അഹ്റോന്റെ വടി മുള പൊട്ടി പൂത്ത് തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. അഹ്റോന്റെ പൗരോഹിത്യത്തെ കുറിച്ച് സംശയം വന്നപ്പോഴേ മോസസിന്റെ ഭാര്യ കലാപക്കുഴ ഉയർത്തി, അഹ്റോൻ പുരോഹിതനല്ല, അയാളുടെ പോലെ കഴിവ് എനിക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ വനിതാ പൗരോഹിത്യത്തിന് വേണ്ടി മോസസിൻ്റെ ഭാര്യ കലാപക്കുടി ഉയർത്തി. പക്ഷേ എന്താ പറഞ്ഞാൽ ആ കാലങ്ങളിൽ തന്നെ അഹ്റോന് കൊടുത്തിരുന്നത് വരവാണ്, പൗരോഹിത്യ വരമാണ്. ആ ലേവ്യ ഗോത്രത്തിലുള്ളതാണ്. അപ്പോൾ ആ വരം ദൈവം തിരിച്ചെടുത്തില്ല. അപ്പോൾ മോസസ് വൈഫിനെ തള്ളിക്കളയരുത്, കുടുംബകലഹം ഉണ്ടാവും, അല്ലേ? അമ്മായിയപ്പൻ ജത്രോയൊക്കെ കാല് വാരുകയാണെങ്കിൽ പിന്നെ പണിയായിരിക്കും. അപ്പോൾ അമ്മായിയപ്പനും ഒപ്പിക്കണം, വൈഫിനും ഒപ്പിക്കണം, മാനുഷികമായ കുറേ ഒപ്പിക്കലിന് വന്നപ്പോൾ മോസസ് ഉപ്പുപ്പം കടത്തിലായി. അയാൾ പറഞ്ഞു, ഞാനായിട്ട് മറുപടി പറഞ്ഞില്ല, അല്ലേ? ഞാൻ പറഞ്ഞ വാപ്പ ഉമ്മനെ തല്ലും അല്ലെങ്കിൽ പട്ടികളച്ച ദിനമെന്ന് പറഞ്ഞാൽ ഉപ്പുപ്പം കളത്തിലായി. അപ്പോൾ മോസസ് പറഞ്ഞു, ഒരു ശരി, കർത്താവ് തീരുമാനിക്കട്ടെ. കർത്താവ് അല്ലെങ്കിൽ വേറെ എന്തിനാണ് അമ്മായിയപ്പൻ്റെ കൈ മേടിക്കണത്? വേറെ എന്തിനാണ് വൈഫിൻ്റെ വായിരിക്കണ കേൾക്കണത്? അതുകൊണ്ട് മോസസ് പറഞ്ഞു, കർത്താവേ ഈ വിഷയത്തിൽ ഇടപെടണം, ഇതെൻ്റെ കുടുംബ പ്രശ്നമാണ്. കാര്യം എൻ്റെ വൈഫ് മുറ്റാണ്, എനിക്കിതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അഹ്റോന് പൗരോഹിത്യം നീയല്ലേ കൊടുത്തത്, അപ്പോൾ നീയാണ് കൊടുത്തതെങ്കിൽ നീ അത് തെളിയിക്കണമെന്ന് പറയും. അപ്പോൾ സാക്ഷ്യ കൂടാരത്തേക്ക് വിളിച്ചിട്ട് പറയും, മോസസ് പറഞ്ഞു, നീ കുറേ കരിഞ്ഞ വടിയെ കണ്ട് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഉണങ്ങിയ വടിയൊക്കെ പെറുക്കി കൊണ്ടുവന്ന് 12 വടി വെച്ച്, എന്നിട്ട് രാവിലെ
ഏത് വടിയാണ് തളർക്കണത്, അതാണ് കർത്താവിൻ്റെ അടയാളം എന്ന് പറഞ്ഞപ്പോൾ അഹ്റോൻ്റെ ആ ഉണക്ക് വടി കർത്താവ് തൊട്ട്, അത് പൂത്ത് ബദാം കായ്ച്ച് കിടന്ന് കൈയിടിച്ച് കർത്താവ്. അപ്പോൾ ഈ അഹ്റോൻ്റെ ഉണങ്ങിയ കമ്പ് പല ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസം അതാണ്. പല ആൾക്കാരുടെ ഉണങ്ങിയ കമ്പ് ബദാം കായ്ക്കും. അതാണ് ഈ പച്ചത്തിരി എന്ന് പറയണത്. അമ്മ ഞാൻ ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പച്ച എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ തൈക്കാട്ടുശ്ശേരി ഇരുന്നാണ് ഉടമ്പടി പുസ്തകം എഴുതിയത്, ആദ്യത്തെ ഉടമ്പടി പുസ്തകം എഴുതുന്നത്. അപ്പോഴമ്മ ഈ പച്ച എന്ന് പറയുന്നുണ്ട്, തിരി പച്ച. അയ്യോ, എനിക്ക് എൻ്റെ ബിഷപ്പിനോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഒന്നും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു ഇതുപോലെ. അപ്പോൾ പിതാവ് പറഞ്ഞ് ഇങ്ങനെ പച്ച നീലയൊക്കെ വെക്കേണ്ട കാര്യമുണ്ട്, വെള്ളത്തിരി കത്തിച്ചാൽ പോരെ. അപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളത്തിരി പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ കത്തിക്കുന്നുണ്ടല്ലോ, ഉടമ്പടി തിരിവായിട്ട് അത് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും? അപ്പോൾ അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇതിന് ഉടമ്പടിയുടെ ഇംപ്ലിക്കേഷൻസാണ് ഉള്ളതെന്ന് പിതാവിനോട് ഞാൻ പറയുന്നു. പിതാവ് അപ്പം ഏറെക്കുറെ എന്നെ ഒരിക്കലും അറസ്റ്റ് ചെയ്തിട്ടില്ല പിതാവ്. അപ്പോൾ അത് പിതാവ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ രീതിയിൽ. അപ്പോഴെന്താ സംഭവിച്ചത്? പച്ചയെന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടിയുടെ ഒരു വാഗ്ദാനത്തിൻ്റെ കളറാണ് പച്ച. ഈ കരിഞ്ഞു കിടന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഒരു സാക്ഷി നിങ്ങൾ കേട്ടത് എന്താണ്? IVF. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, IUF ആദ്യം എടുത്ത് കൊച്ചുങ്ങളെ ഉണ്ടാകണില്ല. പിന്നെ IVF എടുത്തു, കൊച്ചുങ്ങളുണ്ടാവണില്ല. പിന്നെ ഈ ശാസ്ത്രത്തിൽ എന്താ മാർഗം? ഒരു മാർഗവും ഇല്ല. പിന്നെ എന്താ മാർഗം? ഉടമ്പടി എടുത്തപ്പോൾ കുട്ടികളുണ്ടായി. അതെന്താണ്? ഉണക്കക്കമ്പ് ബദാം പോലെ കായ്ച്ചു കൈയിടിച്ച് കർത്താവ്. അപ്പം ഉണക്കക്കമ്പെന്ന് പറഞ്ഞാൽ അതാണ്. ഒരു ശാസ്ത്രത്തിന് പ്രത്യാശ പോയി അവിടെ. അത് ബേസിക്കായിട്ട് അത് ഉണങ്ങിയിരിക്കുകയാണ്. പക്ഷെ കർത്താവ് തൊട്ട് കഴിഞ്ഞാൽ കർത്താവ് എന്താ പറഞ്ഞത്? ഈ കല്ലിൽ നിന്ന് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഈ കല്ലിൽ നിന്ന് അതൊരു എബ്രാഹത്തിൻ്റെ സന്ധി ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. കൈയിടിച്ച് കർത്താവ്. മത്തായി 3:9 ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓർക്കേണ്ട ഒരു വിഷയം, ദൈവത്തിന് എബ്രാഹാം പോലും വേണ്ടെന്നുള്ളതാണ്. എബ്രാഹത്തിൻ്റെ സന്ധികളെന്ന് വേണമെന്ന് പറഞ്ഞാൽ എബ്രാഹത്തിൻ്റെ രക്തത്തിലല്ലാത്ത കുഞ്ഞുങ്ങളെ എബ്രാഹത്തിൻ്റെ പേരിൽ പോലും ഈ കല്ലിൽ നിന്ന് ജനിപ്പിക്കാൻ കഴിയുള്ളവനാണ് നിൻ്റെ ഉടമ്പടിയുടെ കർത്താവായിട്ട് നിൽക്കണത്. അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ സാധ്യത, ചോര വിയർക്കുമ്പോഴും മരണം മണുക്കുമ്പോഴും കർത്താവ് മറക്കാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഫാദർ, all thing is possible for you. Take the word of God. പിതാവേ, അങ്ങേക്ക് എല്ലാം സാധ്യമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസ് 14:36 അവൻ പറഞ്ഞു ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. അപ്പൊ ദൈവത്തിന്റെ അനന്ത സാധ്യതയിൽ നിന്ന് മരണം മണുക്കുമ്പോഴും ചോര വിയർക്കുമ്പോഴും കർത്താവ് പ്രഖ്യാപിക്കുന്നൊരു പ്രഖ്യാപനമുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ അനന്ത സാധ്യത. ഉടമ്പടി കാലുറപ്പിച്ചിരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ അനന്ത സാധ്യത നമുക്ക് വാഗ്ദാനമായി തന്ന സുവിശേഷ ഭാഗ്യങ്ങളിലാണ്. കൈയിടിച്ച് കർത്താവ്. കൃപാസനത്തിൻ്റെ അമ്മേ,
വചനത്തിൻ്റെ അമ്മേ പ്രസാദപരമാതാവേ. മക്കളെ, കം ടു ദി പോയിന്റ്. അതായത് നമ്മുടെ വാട്ട് ഈസ് അവർ സബ്ജക്റ്റ്? അഹ്റോൻ്റെ മോസസ് വെച്ച ഒരു ഉണക്ക വടിയാണ്. അതിൻ്റെ ഹരിതം നശിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. ഇനി അതൊരു സാധ്യതയുമില്ല തളർക്കാൻ. എല്ലാവരും പറയും സാധ്യതയില്ലെന്നാണ്. പക്ഷേ എല്ലാവരും സാധ്യതയില്ലെന്ന് പറയുമ്പോഴും ക്രിസ്തു പറയും എല്ലാത്തിനും സാധ്യതയുണ്ടെന്ന്. ആ അഹ്റോൻ്റെ പൂത്തവടി മനുഷ്യൻ്റെ സാധ്യത അസ്തമിക്കുന്നിടത്ത് വെച്ച് ദൈവത്തിൻ്റെ സാധ്യത തുടങ്ങുമ്പോൾ അത് ബദാം കാഴ്ച പോലെ കരിമ്പച്ച നിറമുള്ള ഇലകൾ വീശിക്കൊണ്ട് നിൽക്കുന്ന ഒരു പുനഃസ്ഥാപനമില്ലേ? ഐ വിൽ റീസ്റ്റേറ്റ് യുവർ ലൈഫ്, ഞാൻ നിൻ്റെ ഐശ്വര്യത്തെ പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞ? ഐശയ്യായുടെ 11:29. ശ്രുതികട ഹല്ലേലൂയ. 29:11 ഐശ്വര്യം പുനഃസ്ഥാപിക്കുക. അത് വാഗ്ദാനമാണ്. ഐശയ്യ 29:11. ഹല്ലേലൂയ, 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 മഹത്വം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. ജെറമിയ 29:14. ജെറമിയ 29:14. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഇടയാക്കുമെന്ന് ഞാൻ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ജെറമിയ 29:11 ഞാൻ നിങ്ങളുടെ പറഞ്ഞേ, ഞാൻ നിങ്ങളുടെ എന്താ അത്? ആ വചനത്തിന്റെ പൗരവ് കണ്ടില്ലേ? എന്താണ്? ഒന്ന് വായിച്ചേ. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാനിടയാക്കും. അപ്പോഴേ ദൈവമാണ് ഇടയാക്കണത് അല്ലേ? ആര്? ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുമെന്നാണ് പറയണത്. ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ദൈവം നമ്മളെ സഹായിക്കും. എന്നെ കണ്ടെത്താൻ ഞങ്ങൾ ഇടയാക്കും. എന്തിനാണ് കണ്ടെത്തണത്? ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞ ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അല്ലാതെ ദൈവത്തെ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ കണ്ണക്കുരുടി നമുക്ക് കണ്ടെത്തരാനല്ലേ? ചിന്തിക്കണം. എന്നെ കണ്ടെത്താൻ ഞാൻ നിങ്ങളെ ഇടയാക്കും. എന്തിനാണ് ഇടയാക്കണത്? ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അപ്പം ദൈവം കൊടുത്ത ഐശ്വര്യമല്ലേ, നമ്മൾ കളഞ്ഞു കുളിച്ചതല്ലേ, അതല്ലേ? അപ്പം അതിന് കുറ്റബോധം വന്ന് ഇരിക്കേണ്ട കാര്യമില്ല. അത് പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം വെള്ളമടിച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങൾ തോന്നിവാസം ജീവിച്ചതാണ്, ദൈവം തന്ന ഐശ്വര്യം നിങ്ങൾക്ക് പോയെന്ന് വിചാരിച്ചോ? മനസ്സിലായില്ലേ? ഐശ്വര്യം എന്താണെന്ന്? ഐശ്വര്യം ആര് തന്നാണ്? ദൈവം തന്നതല്ലേ? ഇപ്പം നമ്മുടെ കെയർലെസ് ആയിട്ട് ലൈഫിലൂടെ ഐശ്വര്യം പോകും ചിലപ്പോൾ. ഓരോ കാര്യത്തിലൊക്കെ ഇപ്പം തന്നെ ചിലർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ലേഡി ഇവിടെ സാക്ഷ്യം പറഞ്ഞത്, ഒരു മലേഷ്യൻ ലേഡി ഇംഗ്ലീഷിൽ പറഞ്ഞില്ലേ ഒരു സാക്ഷ്യം, മലേഷ്യൻ ഇംഗ്ലീഷിലൊരു സാക്ഷ്യം പറഞ്ഞു. അവരെന്നാ പറഞ്ഞത്? അവരെന്തോ ഈ സാത്താൻ്റെ വർഷിപ്പ് പുസ്തകങ്ങളൊക്കെ, പിന്നെ ഹാരി പോട്ടറിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് തലക്ക് പിടിച്ച്. ഇപ്പോൾ ഒരച്ഛൻ പ്രസംഗിച്ചില്ലേ ഇന്നാളെ, നമ്മൾ യൂട്യൂബിലുണ്ട്. അച്ഛൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടങ്ങളിൽ അദ്ദേഹം കാരണക്ക് ഗുണമില്ലാത്ത പുസ്തകങ്ങൾ വായിച്ച് ഭ്രാന്ത് പിടിച്ച് അവസാനം കർത്താവിനെ അറിഞ്ഞപ്പോൾ എല്ലാം കത്തിച്ച് കളഞ്ഞു. ഇതുപോലെ ഈ മലേഷ്യൻ ലേഡിക്ക് സംഭവിച്ചത് അതാണ്. അവരൊരു കാലത്ത് വഴിത്തിരിഞ്ഞ് പോയി ഹാരി പോട്ടറൊക്കെ വായിച്ച്, പിന്നെ വേറെ മാജിക്കും ഒക്കെ വായിച്ച് മാന്ത്രികമായ ലോകത്ത് നിന്ന് വിശ്വാസം പോയി. വിശ്വാസത്തിൻ്റെ അപകട മേഖല ചരിക്കാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. വിശ്വാസം കൈമുതല പിന്നെ ഭയങ്കര പാടാണ് തിരിച്ചു പിടിക്കാൻ.
ഇപ്പം ഇവർ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ അമ്മ ഓൺലൈൻ ഉടമ്പടി എടുത്തത്, ഓൺലൈനോട് ലൈറ്റക്കാരൻ്റെ പേര് ക്രിസ്തു അവിടെ അമ്മ ചെയ്യണത് ഈ മകളെ സമർപ്പിച്ചുകൊണ്ട്. പിന്നെ മകൾക്ക് ഈ പുസ്തകങ്ങളുടെ വിപ്രതിപത്തിയായിട്ട് അവൾ തിരിച്ച് ദൈവത്തിലേക്ക് വരുന്ന അട്ടിപ്പൊളി ഇംഗ്ലീഷ് സാക്ഷ്യം. ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞ മലേഷ്യൻ ഗേള് അവർ പറഞ്ഞിരിക്കണ പേര് ഞാൻ പറഞ്ഞു പോകാൻ സോറി, ഞാൻ ഓർത്തില്ല പേര്, അതാണ് ഇപ്പോൾ ആ സാക്ഷ്യം കയറുമെന്ന് ഞാൻ ഓർത്തില്ല. അപ്പോൾ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ആ സാക്ഷ്യങ്ങളിൽ വരണ വിഷയം ഒരു കാലത്ത് ദൈവം അവർക്ക് കൊടുത്ത ഐശ്വര്യമൊക്കെ അവരെ ഇതുപോലെയുള്ള അലവലാദ്യ സാത്താൻ പുസ്തകങ്ങളൊക്കെ വായിച്ചു. സാത്താൻ പുസ്തകം തന്നെ വായിക്കണമെന്ന് നിർബന്ധമില്ല. സാത്താൻ വർഷിപ്പുള്ള ആൾക്കാർ കൂട്ടുകാരായിട്ട് ഉണ്ടായാൽ മതി. സാത്താൻ വർഷിപ്പുള്ള ആൾക്കാർ കൂട്ടുകാരായിട്ട് ഉണ്ടായാൽ മതി. ക്രമേണ നിൻ്റെ വിശ്വാസം പോകും. കാരണം വിശ്വാസത്തിന് നല്ല വെയിൽ കിട്ടണം. വിശ്വാസത്തിനൊരു കുഴപ്പമുണ്ട്, വിശ്വാസത്തിന് നല്ല വെയിൽ കിട്ടണം. അതുകൊണ്ടാണ് ഈ വചനം വിതച്ച് കഴിഞ്ഞിട്ട് വെയിൽ കെട്ടിയെന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? കർത്താവ് പറഞ്ഞിട്ടില്ലേ? വചനം വിതച്ച് കഴിഞ്ഞിട്ട് അതിന് ചുറ്റും വെയിൽ കെട്ടി. അപ്പോൾ വിശ്വാസത്തിന് എപ്പോഴും സംരക്ഷിക്കണമെങ്കിൽ നമ്മൾക്ക് അപകട മേഖലയിൽ നിന്ന് നമ്മൾ മാറണം. എപ്പോഴും സംസർഗത്തിൻ്റെ അടയാളം, നമ്മുടെ കൂട്ടുകാരെ, നമ്മളോട് ഇടപഴകുന്നവർ, അതുപോലെ തന്നെ അവരിൽ നിന്നൊക്കെ അവർ സംസാരിച്ചാലും നമ്മൾ സംസാരിക്കാൻ നിൽക്കരുത്, ഇൻട്രാക്ഷൻ ഒന്നും പോകരുത്. കാര്യം വിശ്വാസം നിലനിർത്തുക, സംരക്ഷിക്കുക, അതിന് വില കൊടുക്കുകയൊക്കെ വിശ്വാസിയുടെ അവകാശവുമാണ്, ഉത്തരവാദിത്വമാണ്. പക്ഷെ അങ്ങനെ ഒരു വിഷയം വന്ന് ഐശ്വര്യം പോയി. പക്ഷെ ഇൻ കേസ് നിൻ്റെ ഒരു കൂട്ടുകെട്ടിലൂടെയോ അല്ലെങ്കിൽ നിൻ്റെ തന്നെ വഴിപിഴച്ച ജീവിത രീതി കൊണ്ടോ നിൻ്റെ ഐശ്വര്യം പോയാൽ എന്നേക്കുമായിട്ട് പോകുമെന്ന് ദൈവപൈതലെ നീ കരുതി വിഷമിക്കരുത്. കർത്താവ് എന്താ പറഞ്ഞത്? ഐ വിൽ റീഇൻസ്റ്റേറ്റ് യു, ഐ വിൽ റീഇൻസ്റ്റേറ്റ് യു ഇൻ യുവർ ഓൺ സോയിൽ. എസെക്കിയേലിൻ്റെ 36 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 37:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 എസെക്കിയേൽ 37:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 എസെക്കിയേൽ 37:14 എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. പറഞ്ഞു, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കാം. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. അപ്പൊ സ്വന്തം ദേശത്തേക്ക്, കണ്ടവന്റെ ദേശത്ത് അടിമയായി ജീവിക്കരുന്ന്. അതാണ് ഈ പറയണത്. നിങ്ങൾ സ്വന്തം ദേശത്ത് വസിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടവന്റെ ദേശത്ത്, സാത്താൻ്റെ ദേശത്ത് അടിമയായിട്ട് ജീവിക്കരുന്ന്. അപ്പം നിങ്ങൾ അടിമയായിട്ടാണ് ഇന്ന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഐ വിൽ റീസെറ്റിൽ യു എന്നാണ് പറയണത്. റീസെറ്റിലിങ് എന്ന് പറയണത് ഉടമ്പടിയുടെ വാഗ്ദാന പ്രകാരമാണ്. ആ ബദാം കായ്ച്ച അഹറോൻ്റെ ഉണക്ക വടിയില്ലേ, ആ വടിയെ റീസ്റ്റെറ്റ് ചെയ്യാണ്, പുനഃസ്ഥാപിക്കുകയാണ്, ഐശ്വര്യം പുനഃസ്ഥാപിക്കുകയാണ്. അതാണ് ജെറമിയ 29:11 ഞാൻ നിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അപ്പം നിൻ്റെ വിവാഹമായാലും അതുപോലെ തന്നെ എന്ത് ജീവിതമായാലും ഏതെല്ലാം രീതി നിനക്ക് ചൈതന്യം കെട്ടുപോയെന്ന് വിചാരിച്ചോ അതെല്ലാം പുനഃസ്ഥാപിക്കാനുള്ള സാധ്യത ഉടമ്പടിയിലുണ്ട്. അത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുള്ളത് കൊണ്ട് തന്നെ ഉടമ്പടിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. പക്ഷെ അമ്മ മധ്യസ്ഥം വഹിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം കേട്ടോ. അമ്മ നമ്മളെ മുഖത്തിട്ട് നോക്കുമ്പോഴേ നമുക്ക് വേറെ സ്ഥലത്തേക്ക് നോക്കേണ്ടി വരരുത്. അതാണ് എൻ്റെ ആൾക്കാരുടെ പ്രശ്നം. നിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അമ്മ നിൻ്റെ മുഖത്തേക്ക് നോക്കും. അപ്പം നിനക്ക് ചമ്മി അടപ്പ് തെറിച്ച് വേറെ സ്ഥലത്ത് നോക്കേണ്ടി വരരുത്. അമ്മ നിന്നെ കണ്ടാൽ കർത്താവിന് തിരുസേന പ്രസൻറ്റബിളായിരിക്കണം. നീ ഉടമ്പടി നിന്നെ പ്രസൻറ്റബിളാക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവർക്ക് വേണ്ടി ഇത് ചെയ്ത് കൊടുക്കണമെന്ന് പറയാനുള്ള, അമ്മ പറഞ്ഞാൽ പിന്നെ യേശു കേൾക്കും. പക്ഷെ നിന്നെ കാണുമ്പോൾ അമ്മയ്ക്ക് തോന്നണം നിന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ആളാണെന്ന്. മനസ്സിലായില്ലേ? നിന്നെ കണ്ടാൽ അമ്മയ്ക്ക് തോന്നണം നിന്നെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവർക്കതില്ല, അവനിതില്ലെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റിയ ആളാണ് നീ എന്ന് പറയാൻ നീ പ്രസൻറ്റബിളാകണം. ഉടമ്പടി നിന്നെ പ്രസൻറ്റബിളാക്കുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? കാര്യം ഉടമ്പടിയിൽ ഇപ്പോൾ 7:4 എടുത്ത്
ലൂക്കാന്റെ സുവിശേഷം 7:4. ശ്രദ്ധിക്കട്ടെ. ലൂക്ക 7:4. ലൂക്ക 7:4. അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. യേശു അവരോടൊപ്പം പുറപ്പെട്ടു. അതാണ് ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അതനുസരിച്ചാണ് ഈ പോണത്. അല്ലെങ്കിൽ ഇത് പറയേണ്ട ആവശ്യമില്ല. യേശുവിന് ആ മനുഷ്യൻ്റെ അടുത്ത് പോകേണ്ട ഒരു കാര്യമില്ല. ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി, സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി, സുഖം പ്രാപിക്കും. പക്ഷെ പോണ യേശു അവനോട് പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ പണ്ട് നൽകിയ ഒരു വാഗ്ദാനത്തോട് ദൈവം കാണിക്കാൻ വിശ്വസ്തതയാണ്. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെയാണ് പോകണമെന്നോ അവിടെ ഞാൻ വരും. വീട്ടിലെങ്കിൽ വീട്ടിൽ, മരണ വീട്ടിലെങ്കിൽ മരണ വീട്ടിൽ, ആശുപത്രി കിടക്കുക, വെന്റിലേറ്ററെങ്കിൽ വെന്റിലേറ്ററിൽ. ഐ വിൽ കം വിത്ത് യു. അതാണ് ഉടമ്പടി കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം കാലങ്ങൾക്ക് മുമ്പ് മനുഷ്യരാശി കൊടുത്ത വാഗ്ദാനമില്ലേ, ഉടമ്പടി പ്രകാരമുള്ള സാന്നിധ്യത്തിൻ്റെ സംരക്ഷണം. അതാണ് ഈ സാന്നിധ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ വിൽ കം വിത്ത് യു. ഞാൻ നിൻ്റെ കൂടെ വരും. ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ സംഭവം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ വിശുദ്ധി പാലിക്കണമെന്ന് പറയണത്. ഉടമ്പടി പ്രകാരം നമ്മൾ വിശുദ്ധി പാലിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മുടെ കൂടെയുള്ള ആൾ വിശുദ്ധനാണ്. എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണനായിരിക്കണം. ബി ഹോളി ആസ് യുവർ ഹെവൻലി ഫാദർ ഇസ് ഹോളി. ഇതെല്ലാം ബൈബിളിൻ്റെ വരികൾക്കിടയിൽ വായിക്കുമ്പോഴും നിഴലായിട്ട് നോക്കുമ്പോഴും കാണുന്ന വിശുദ്ധി ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ടാണ് വിശുദ്ധീകരണ പ്രക്രിയ ആവശ്യത്തിന് ഉടമ്പടിയിലുള്ളത്. അത് ഫോളോ അപ്പ് ചെയ്യാതെ നിങ്ങൾ പിന്നെ അസൂയ, പക, വിദ്വേഷം, ചതി, അഹങ്കാരം, മദ്യപാനം, മധുരോത്സവം, ഇങ്ങനെ പഴയ കലാപരിപാടിയും കൊണ്ട് നടന്ന യു ആർ ദ ഓൾഡ് പീപ്പിൾ. പഴയ മനുഷ്യനെ കൊളോസ്യസ് 3:10 പറയും, അവൻ്റെ ചെയ്തികളോടുകൂടി ദൂരെ എറിയാൻ. പിന്നെ എന്താണ്, എറിഞ്ഞിട്ടും കാര്യമില്ല. സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ വിശുദ്ധി ധരിക്കുക, ക്രിസ്തുവിനെ ധരിക്കുക, കൈയിടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അപ്പൊ എന്താ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. എന്താണ് ഈ പ്രസന്റബിൾ ആക്കണത്? ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഈ യഹൂദ പ്രമാണിയെ ശതാധിപനെ, റോമക്കാരനെ പ്രസന്റബിൾ ആക്കുകയാണ്. ആരാക്കുന്നു? യഹൂദ പ്രമാണികളാക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് പറയണത്. എന്താണ്? ഇവനിത് ചെയ്തു കൊടുക്കാൻ ഇവൻ യോഗ്യനാണ്. എന്താ കാര്യം? അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അതെന്താണ്? അത് കൽപ്പനയുടെ ഒരു ഭാഗമാണ്. എല്ലാത്തിനും ഉപരി ദൈവത്തെ സ്നേഹിക്കാൻ, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതെ, ജനത്തെ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? നമുക്കൊരു സിനഗോഗും പണിത് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നു. അതിലെ സംഭവം. അപ്പോൾ ഇവൻ ഇത് ചെയ്ത് കൊടുക്കുക. ഇപ്പം അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ നിൻ്റെ കാര്യം, ഇപ്പം നീ IELTS എഴുതി 7 പ്രാവശ്യം തോറ്റ പാർട്ടിയാകാം. ചിലപ്പോൾ 4 സ്ഥലത്ത് ഇപ്പം ഒരു ദിവസം ഒരു അപ്പച്ചനെ കാണിച്ച് 7 സ്ഥലത്തും ജപ്തിയാണ്. 7 സ്ഥലത്തും ജപ്തിയായ അപ്പച്ചനെ കാണുമ്പോൾ അമ്മയുടെ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് എപ്പോഴും രേഖ വേണം എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയാമോ? നമ്മൾ അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ വരുമ്പോൾ രേഖയാണ് ഞാൻ കൊടുക്കുന്നത് അമ്മയുടെ അടുത്ത്. അപ്പോൾ അമ്മയ്ക്ക് തോന്നണം ഈ 7 സ്ഥലത്തും ജപ്തിയുള്ള ആൾക്ക് ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണെന്ന് തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ ജനത്തെ സ്നേഹിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, രോഗികളെ പോയി കാണണം, ആശുപത്രി സന്ദർശിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം, അതുപോലെ തന്നെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം, മനുഷ്യനെ സ്നേഹിക്കണം. പിന്നെ എന്താണ്? അവൻ നമുക്കൊരു സിനഗോഗ് പണിത് തന്നിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ് കർത്താവിനെ അറിയാത്തത് അറിയിക്കേണ്ടത്, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നത്, സുവിശേഷ വേല ചെയ്യണത്, കൃപാസനം പത്രം മേടിച്ച് കൊടുക്കണത്, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണത്, യൂട്യൂബ് ഷെയർ ചെയ്യണത്, എല്ലാം ദൈവത്തെ സ്നേഹമാണ്. മനസ്സിലായില്ലേ? അപ്പോഴും ഇത് നിങ്ങളുടെ കപ്പാസിറ്റി കൂട്ടുകയാണ്. നിങ്ങളിതൊന്നും ചെയ്യത്തില്ല, വെറുതെ ഒരു ചെടുത്തി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, വല്ല കഥയുണ്ട. അവരെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും മാതാവ്?
നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, അതായത് ഒരു പണിയും ചെയ്യാതെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് മാതാവിൻ്റെ കാല് പൊങ്ങാതിരിക്കാൻ നോക്കിയേക്കണം. കാര്യം മാതാവ് ഈ സർപ്പത്തിൻ്റെ തലയിട്ട് ചവിട്ടണ കാലോട് നിൻ്റെ തലയിട്ട് ചവിട്ടാൻ ഇടവരുത്തരുത്. എന്തിനാണ്? നീ മര്യാദക്ക് അത് നീ പ്രസൻറ്റബിൾ ആക്കണം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ. അമ്മയ്ക്ക് പറയാൻ കഴിയണം, ഇവൾ അല്ലെങ്കിൽ ഇവന് ചെയ്തു കൊടുക്കാൻ കർത്താവേ ഈശോ ഇവൻ യോഗ്യനാണ്, ഇവൾ യോഗ്യനാണ്. എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നോ? ദൈവത്തെ സ്നേഹിക്കുന്ന ഭാഗമായിട്ട് അവൾ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നുണ്ട്. ചമ്മലില്ലാതെ ചളിപ്പില്ലാതെ കൃപാസന പത്രം കൊണ്ടുനടന്ന് കൊടുക്കും. ആ സാക്ഷ്യം കാണുന്നവരൊക്കെ ദൈവത്തെ സ്നേഹിച്ച് തിരിച്ചു വരും, അല്ലേ? അതാണ് പ്രേക്ഷിത ബല. ദൈവത്തെ സ്നേഹിക്കുന്നതാണത്. അല്ല കൃപാസന പത്രം കൊടുക്കണ അല്ല വിഷയം. ദൈവത്തെ സ്നേഹിക്കുന്നു. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ വരും. അപ്പോൾ 2 വീട്ടിൽ കൊണ്ട് ചെല്ലുമ്പോൾ പറയും, ഓ ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണ്, ഇത് കഴിഞ്ഞ ആഴ്ചത്തല്ലേ ഞങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? പിന്നെ തിരിച്ച് വീട്ടിൽ പോകും. അങ്ങനെയല്ല, 2 വീട്ടിൽ പോകുന്നതിന് എടുത്തില്ലല്ലേ, ഇനി 3ാമത്തെ വീട്ടിൽ ചില ചമ്മലാണ്. ഈ ആൾക്കാർ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്ന ഉടമ്പടി ചെയ്യണത്? അതാണ് പ്രശ്നം. അപ്പം നിങ്ങളുടെ വയറ്റിപ്പഴപ്പ് നടക്കുകയും ചെയ്യണം, ദൈവത്തിനിട്ട് പണി കൊടുക്കുകയും ചെയ്യണം. എൻ്റെ അമ്മേ, ഇങ്ങനെ കുറേ എണ്ണം ഉടമ്പെടുക്കും നിനക്ക്. അപ്പോൾ എപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നിങ്ങൾ പ്രസൻറ്റബിൾ ആകണം ദൈവത്തിൻ്റെ സന്നിധിയിൽ. നിങ്ങളെ കാണുമ്പോൾ മാതാവിന് പറയണം അവൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. എന്താണ് അമ്മയുടെ ജോലി? എന്താണ്? ക്രിസ്തുവിനെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ക്രിസ്തുവിനെ പിതാവിനെ വാങ്ങിക്കുകയും വയറ്റിനിട്ട് വളർത്തുകയും പെറ്റ് വീട്ടിൽ നിർത്തി വളർത്തുകയും ദൈവനെ കുരിശോടുകൂടി വന്ന് അവസാനം ലോകത്തിന് പരിഹാര ബലിയെ ഏൽപ്പിക്കുകയും ചെയ്ത ഒരു കൈമാറ്റമുണ്ട്, ക്രിസ്തു കൈമാറ്റം. അതാണ് മെരിയൻ ഇവാഞ്ചലിസേഷൻ എന്ന് പറയുന്നത്. ആ ക്രിസ്തു കൈമാറ്റമാണ് നമ്മൾ യൂട്യൂബിലൂടെ ചെയ്യണത്, ഷെയർ ചെയ്തുകൊണ്ട്. ആ ക്രിസ്തു കൈമാറ്റമാണ് നമ്മളെ പത്രം കൈമാറിക്കൊണ്ട് വിശ്വാസ കൈമാറ്റം ചെയ്യണത്. ആ ക്രിസ്തു കൈമാറ്റമാണ് മൗത്ത് അമ്മ ചെയ്യണത്. കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ പറയും നിങ്ങൾ ഉടമ്പടി എടുക്കാൻ ആൾക്കാർ പറയും. അങ്ങനെയാണ് ആൾക്കാർ ഉടമ്പടി എടുക്കുന്നത്. അതാണ് ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയണത്. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ എന്താണ്? ഇവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്നല്ലേ പറയണത്, മനുഷ്യനെ സ്നേഹിക്കുന്നു. മനുഷ്യനെ സ്നേഹിക്കാനാണ് ഈശോ പറഞ്ഞത്, ഞാൻ ചെയ്തതുപോലെ അത് അവൻ പറയണ പോലെ ചെയ്യുക. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. രോഗികളെ പോയി കാണണം, സന്ദർശിക്കണം, ഭക്ഷണം കൊടുക്കണം, നഗ്നനെ ഉടുപ്പിക്കണം, വസ്ത്രം കൊടുക്കണം, അറിവില്ലാത്തവർക്ക് അറിവ് കൊടുക്കണം, മനുഷ്യനെ സ്നേഹിക്കണം. ഈ 2 കാര്യം ഉടമ്പടിയിൽ 20% പ്രേയറും അതേസമയം തന്നെ 40% പ്രേക്ഷിത പ്രവർത്തനവും ദൈവത്തെ സ്നേഹിക്കുന്നതും 40% മനുഷ്യനെ സ്നേഹിക്കുന്നതാണ് ഉടമ്പടി. അതാണ് എല്ലാത്തിനേക്കുള്ള ദൈവത്തെ സ്നേഹിക്കുക, തന്നെപ്രതിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. കൽപ്പനകളുടെ സാരസംഗ്രഹമാണെങ്കിലും അതിൻ്റെ കൃത്യമായ പ്രായോഗിക പദ്ധതിയാണ് ഉടമ്പടി. അതുകൊണ്ടാണ് ഉടമ്പടി സത്യമായി ചെയ്യുന്ന ആൾക്കാർക്ക് ഉടമ്പടി ഈ 6 അല്ല 60 കാര്യങ്ങളുടെ മേലും ദൈവം ഹല്ലേലൂയ പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പം അങ്ങനെ ഈ ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾ സത്യസന്ധമായിട്ട് ദൈവതിരുസന്നിധിയും അമ്മ മാതാവിൻ്റെ മുമ്പിൽ നിങ്ങളെ ഈശ്വരൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന വലിയൊരു സാക്ഷിയായി ദൈവം മാറാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ഈശോയെ വചനത്തിലൂടെ പ്രത്യേകമായിട്ട് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും സുവിശേഷ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. രോഗസൗഖ്യ പ്രാർത്ഥന. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. തീർത്ഥാടനത്തിൽ ഇവിടെ ആയിരിക്കുന്നവിടെ മേലും അങ്ങ് അകലെ ഭൂഖണ്ഡങ്ങളിലും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലും ഓൺലൈനിലായിരിക്കുന്നവർ, ഈ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഓൺലൈനിൽ ഉടമ്പടിച്ച് എടുത്തെടുത്തുകൊണ്ട് ആരാധന കൂടുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ശരീരത്തെ സ്പർശിക്കണമേ, വിവിധമായ രോഗങ്ങളെ സ്പർശിക്കണമേ, മാറാത്ത രോഗങ്ങളെ സ്പർശിക്കണമേ, തീരാത്ത വ്യാധികളെ സ്പർശിക്കണമേ, ഉള്ളക്കാലം മുതൽ ഉച്ചവരെ അവരെ സ്പർശിക്കണമേ.
ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം ആന്തരിക അവയവങ്ങളിലെ എല്ലാ പേശികളിലും, കൊശങ്ങളിലും, അസ്ഥികളിലും, പല്ലുകളിലും എവിടെയാണ് രോഗമുള്ളത്, എവിടെയാണ് സിസ്റ്റ് ഉള്ളത്, എവിടെയാണ് ക്യാൻസർ ഉള്ളത്, എവിടെയാണ് സ്വെല്ലിംഗ് ഉള്ളത്, നീരുള്ളത്, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എല്ലാ രോഗികളെയും സ്പർശിക്കണമേ എന്ന് സാക്ഷികളായി ഉയർത്തണമേ എന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ആരാധന. മഹത്വം, മഹത്വം, ആരാധന. അരികിൽ വരേണേ, സദയം തുടേണേ, സുഖായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ രണ്ടും കൂടി നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വീട് ഇല്ലാത്തവര്, വീട് സ്ഥലമില്ലാത്തവര്, വീട് സ്ഥലവുമില്ലാത്തവര്, ജോലി ഇതുവരെ ഒത്തുവരാത്തവര്, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവര്, ഓഫർ ലെറ്റർ വന്നിട്ട് വിസ കിട്ടാത്തവര്, വിസ വന്നിട്ട് അക്കോമഡേഷൻ കിട്ടാത്തവര്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, റിസൾട്ട് വന്ന് തോറ്റുപോയവർ, അവരടുത്ത നടപടിയിൽ ദൈവികമായ ഇടപെടലുണ്ടാകാൻ വേണ്ടി, സാമ്പത്തിക ക്ലേശങ്ങളിലും ജപ്തിയിലും വന്നിരിക്കുന്നവർ, വ്യാപാര വ്യവസായങ്ങളെല്ലാം വരുമാനമില്ലാതെ തകർന്ന് പോയവർ, കൊടിയ മനക്ലേശങ്ങളിലും ഡൈവേഴ്സിലും ഒക്കെ ചെന്ന് പെട്ടിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, മക്കൾ ദുർനടപ്പിലും ഭ്രാന്തിലും ഡിപ്രഷനിലും ഒട്ടിസത്തിലൊക്കെ ചെന്ന് വല്ലാതെ അതുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാർ, ആ മക്കളെ സ്പർശിക്കാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നടത്തി അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദന, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. സദയം തുടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തുടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. വിശ്വാസത്തോടെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, അതായത് വാതരോഗികൾ, ശരീരത്തിലെ നീര് കെട്ടിക്കിടക്കുന്നവർ, അപ്പം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോ അടിപ്പിണർ പോലെ ദൈവികമായ ശക്തി അവിടെ ശരീരത്തിലേക്ക് ചെല്ലാൻ, രക്തസ്രാവ രോഗികൾ, ഗർഭപാത്രം ചുരുങ്ങുന്നവർ, കുടലുകൾ ചുരുങ്ങുന്നവർ, കിഡ്നി ചുരുങ്ങുന്നവർ, കരൾ ചുരുങ്ങുന്നവർ, ശ്വാസകോശം ചുരുങ്ങുന്നവർ, തലച്ചോറ് ചുരുങ്ങുന്നവർ, അവിടെ മേലെല്ലാം കർത്താവിൻ്റെ രക്തം നിറയാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. അതെല്ലാം വികസിച്ച് സ്വാഭാവികമായി ഐശ്വര്യം, അതിൻ്റെ ഐശ്വര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യത, കൃപാസനവൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ അൽത്താരെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ മാരക തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, രോഗങ്ങൾ മാറിപ്പോകട്ടെ. സദയം തുടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ നിയമപരമായ കാര്യങ്ങൾ, തടസ്സമുള്ളവരെ, നല്ലൊരു വിധി വസ്തു ആഗ്രഹിക്കുന്നവരുണ്ട്, കോടതിയിൽ നിന്നൊരു ന്യായമായ വിധി ആഗ്രഹിക്കുന്നവരുണ്ട്, സർട്ടിഫിക്കറ്റുകൾ വിത്ത് ഹെൽഡായി പോയവരുണ്ട്, യൂണിവേഴ്സിറ്റിയിലായാലും മറ്റു സ്ഥലങ്ങളായാലും ചിലപ്പോൾ സർട്ടിഫിക്കറ്റുകൾ കാണാതെ പോയവരുണ്ട്. ചിലപ്പോൾ വേണ്ടത്ര നിൻ്റെ ജോലിക്ക് ആവശ്യമായ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ശമ്പളം കുറഞ്ഞിട്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ ഭീഷണി ത്രെട്ട് നേരിടുന്നവരുണ്ടാകും. ചിലപ്പോൾ വിസ അല്ലെങ്കിൽ പാസ്പോർട്ട് അന്യൻ്റെ കയ്യിലകപ്പെട്ടിട്ട് നിനക്ക് ജോലി എടുക്കാൻ പറ്റാത്തതും ജോലി ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. ചിലപ്പോൾ നീ ചെന്ന രാജ്യങ്ങളിൽ നിനക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു വന്ന പുതിയ നിയമങ്ങളോ എന്തെങ്കിലും ഉണ്ടാകും. ഇതുപോലെ സാങ്കേതിക തകരാറ് കാരണം ജീവിതം മുരടിച്ചു പോയവരുടെ മേൽ കർത്താവെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ യോഗ്യത അല്ല കർത്താവെ, നിൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഈ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനശക്തിയാൽ അതിനേക്കാൾ ഉപരി അമ്മയുടെ പ്രത്യക്ഷങ്ങളുടെ ശക്തിയാൽ എല്ലാ സാങ്കേതിക തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിലെ മാറിപ്പോകട്ടെ. സാക്ഷികളായി സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ, ഈ രോഗത്തിനും ഇത്രയും മരുന്നുള്ളൂ എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞിരിക്കുന്ന അവസ്ഥകൾ നീ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുക. അഹറോൻ്റെ പൂത്ത വടി ബദാം കായ്ച്ചതുപോലെ, ഉണക്ക വടി, വരണ്ട വടി ബദാം കായ്ച്ചതുപോലെ നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കണ്ണീരോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, യെരമ്യ 29:11 പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും കർത്താവേ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ, വാഗ്ദാന പ്രകാരം ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. എസെക്കിയേൽ 37:14 പ്രാർത്ഥിക്കുന്നു. അവരുടെ പഴയ ഐശ്വര്യങ്ങൾക്ക് അവരെ തിരികെ കൊണ്ടുവരണമേ കർത്താവേ. സകല വാഗ്ദാനങ്ങളും എബ്രാഹത്ത് കർത്താവേ മത്തായി 3:9 പ്രാർത്ഥിക്കുന്നു. ഈ കല്ലിന്റെ എബ്രാഹത്തിന് സന്ധി ജനിപ്പിക്കാൻ കഴിവുള്ള കർത്താവേ, ഞങ്ങൾ കാസ്തിയായും മെരിട്ടില്ല കർത്താവേ. കല്ല് പോലെയുള്ള ജീവിതമാണ് കർത്താവേ, ഒരു സാധ്യതയുമില്ലാത്ത ജീവിതമാണ് കർത്താവേ. ഓ കർത്താവേ, അവിടെ അങ്ങനെ വാഗ്ദാന പ്രകാരം ഞങ്ങളുടെ കല്ല് പോലെയുള്ള മെരിട്ടില്ലാത്ത യോഗ്യതയില്ലാത്ത അവസ്ഥ അല്ല കർത്താവേ. എഫെസ്യർ 2:8 പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ യോഗ്യതയാൽ, അങ്ങ് നേടിയെടുത്ത വിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാൽ മാരക രോഗങ്ങള്, ജീവിത ദുരിതങ്ങള്, സ്ഥിര തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ അഡ്മിഷന് വേണ്ടി ഈ മാസം മുഴുവനും അഡ്മിഷന് വേണ്ടി അലയുന്ന മാസങ്ങളാണ്. അഡ്മിഷന് വേണ്ടി എല്ലാം നിങ്ങളെ ഫോർമാറ്റുകൾ കറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ പുട്ടപ്പ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മാസം നിങ്ങൾ യൂണിവേഴ്സിറ്റികളിലേക്കും കോളേജുകളിലേക്കും സ്കൂളിലേക്കും കൊടുക്കുന്ന മുഴുവൻ അഡ്മിഷൻസ്, മുഴുവൻ ആപ്ലിക്കേഷൻസ് മുഴുവനും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. വിദേശ രാജ്യങ്ങളിലേക്ക് യൂണിവേഴ്സിറ്റികളിലേക്കും
ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും, സിസ്റ്റത്തിലേക്ക് കയറുന്ന മുഴുവൻ ആപ്ലിക്കേഷൻസ് കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം ഓരോ ആപ്ലിക്കേഷനിലേക്ക് വീഴട്ടെ. അത് ഞങ്ങളുടെ യോഗ്യതയല്ല, നിന്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ എല്ലാ ആപ്ലിക്കേഷനും ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം നിറവേറാൻ ദൈവത്തിൻ്റെ കരുണ പ്രവർത്തിക്കട്ടെ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരണമേ, അരികിൽ വരണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. മുട്ടേ നിൽക്കുക. എൻ്റെ മക്കളെ, എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ സമ്പൂർണ്ണ വിശ്വാസത്തോടെ ഈ ആരാധന സമയം ഈശോയ്ക്ക് ഏൽപ്പിക്കുക. അതിന് സാക്ഷ്യം പറഞ്ഞുള്ളാവുന്ന മുൻകൂർ പറഞ്ഞോ. ചെവിക്ക് സിസ്റ്റുള്ളവരെ, ചെവി വല്ലാണ്ട് പഴുത്ത കേടായി പോകുന്ന സ്വരം കേൾക്കാത്തവരെയൊക്കെ കർത്താവ് സ്പർശിച്ച സന്ദേശമുണ്ട്. വലത് കരത്തിന് സ്വാധീനമില്ലാത്ത വ്യക്തിക്ക് മുട്ടിൻ്റെ സ്വാധീനം ആണ് ആദ്യം നഷ്ടപ്പെട്ടത്, അത് തിരികെ കിട്ടുന്ന സന്ദേശമുണ്ട്. ചെറിയ വർക്ക്ഷോപ്പുകൾ അടഞ്ഞു പോയിരിക്കുന്നത്, കൈപ്പണി ചെയ്തുകൊണ്ട് ജീവിതം നടത്തിക്കൊണ്ടിരുന്നതാണ് മരത്തിൻ്റെ ജോലിയൊക്കെ, അതിൽ ആശീർവദിക്കുന്ന മെസ്സേജുണ്ട്. ഈ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബോർഡറിലുള്ള മെസ്സേജാണ്, കർണാടക ബോർഡർ വരെയുള്ള മെസ്സേജാണ്. അവിടെയൊക്കെ ഇങ്ങനെ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്നു. അവിടെ നിങ്ങൾ നാട്ടിലേക്ക് പോന്നിരിക്കുന്നു, അത് വിൽക്കാനും പറ്റണില്ല, ജോലി ചെയ്യാനും പറ്റണില്ല. അങ്ങനെ വിൽക്കാനും പറ്റണില്ല, ജോലി ചെയ്യാനും പറ്റണില്ല, അങ്ങനെയുള്ള സ്ഥലം അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലോ മറ്റു സംസ്ഥാനങ്ങളിലോ ഉണ്ടെങ്കിൽ അവരിപ്പോഴും ഓർക്കുക, കർത്താവ് അതിനെ സ്പർശിക്കുന്ന സമയമാണ്. ആ സ്ഥലം വിൽക്കാനും ആ വീട് വിൽക്കാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ട് ജോലി ചെയ്ത് ലാഭം ഉണ്ടാക്കാനും ഒക്കെ എല്ലാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സന്ദേശമുണ്ട്. ശ്രദ്ധിക്കട്ടെ. ജീവിതം പുനഃസ്ഥാപിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, ഒപ്പം തന്നെ ഇപ്പോൾ നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷീണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങൾ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ.